വിദ്യാർത്ഥികളെ, ക്ലാസ് 3 വാർഷിക പരീക്ഷ 2024-25 മലയാളം ചോദ്യപേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്രവർത്തനം വായിക്കാം, എഴുതാം. ഇതൊരു ലെറ്റർ ആണ്. ചെമ്പകപുരം എന്ന സ്ഥലത്ത് അല്ലേ 15/2/2025 എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ ആണ്. പ്രിയ ജാനകി. അപ്പൊ ജാനകിക്കാണ് ലെറ്റർ എഴുതുന്നത്. നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്നോട് പറയാൻ രസമുള്ള ഒരു വിശേഷമുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ നടന്ന പുസ്തകോത്സവത്തിന് സ്കൂളിൽ നിന്നും ഞങ്ങളെയും കൊണ്ടുപോയി. അമ്പമ്പോ, എന്തുമാത്രം പുസ്തകങ്ങളാണ് അവിടെ! പുസ്തക കാഴ്ചകളോടൊപ്പം ആകർഷകമായ വേറെയും പരിപാടികൾ ഉണ്ടായിരുന്നു. വായനയാണ് ലഹരി എന്നതാണ് പുസ്തകോത്സവത്തിന്റെ സന്ദേശം. ഇത് ശരിവയ്ക്കുന്ന വായന രീതിയിൽ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ചില പുസ്തക പുഴുക്കൾ വായനയിൽ മുഴുകിയിരിക്കുന്നത് വേറിട്ട ഒരു കാഴ്ച തന്നെ. ഞാനും ചില പുസ്തകങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് കടന്നു. ആ കെട്ടിടത്തിന്റെ പ്രത്യേകതകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നു. 8 നിലകളുള്ള നിയമസഭാ മന്ദിരത്തിന്റെ 3 നിലകൾ തറനിരപ്പിന് താഴെയും 5 നിലകൾ തറനിരപ്പിന് മുകളിലുമാണ്. അത്രയും വലിയ കെട്ടിടമായിട്ട് പോലും അതിനുള്ളിൽ നിഴലോ എക്കോയോ ഇല്ല എന്നത് അത്ഭുതം തന്നെ. അവിടെ ഉപയോഗിച്ചിട്ടുള്ള തടികളെല്ലാം നിലമ്പൂർ തേക്കാണത്രേ. മ്യൂസിയത്തിലും മൃഗശാലയിലുമെല്ലാം അന്ന് പ്രവേശനം സൗജന്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൽ തലസ്ഥാന നഗരം മുഴുവൻ ചുറ്റിക്കണ്ടു. രാത്രിയോടെ തിരികെ നിയമസഭാ മന്ദിരത്തിലെത്തി. മെഗാ ഷോയും കണ്ട ശേഷമാണ് മടങ്ങിയത്. അടുത്ത തവണ നീയും വരണേ. സ്നേഹത്തോടെ, സന. അപ്പൊ സന ജാനകിക്ക് നിയമസഭാ മന്ദിരം കാണാൻ പോയതിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതിയ ഒരു ലെറ്റർ ആണ് നമ്മൾ വായിച്ചത് അല്ലെ, ഒരു കത്താണ് നമ്മൾ വായിച്ചത്. ഇനി നോക്കൂ മക്കളെ, താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരുന്നത്. നോക്കൂ, അപ്പൊ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെഗാ ഷോ നടന്നത് എപ്പോഴാണ് മെഗാ ഷോ നടന്നത്? രാത്രി. എപ്പോഴാണ്? രാത്രി. ഇനി ചുറ്റിക്കണ്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. ഏതാണ്? ചുറ്റി പ്ലസ് കണ്ടു. ഇതാണ് പിരിച്ചെഴുതുന്നത്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പുസ്തക പുഴുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താവാം? എന്തായിരിക്കും? കൂടുതൽ സമയം പുസ്തകം വായിച്ചിരിക്കുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? പുസ്തക പുഴുക്കൾ എന്ന് പറയുന്നത്. അമ്പമ്പോ, എന്തുമാത്രം പുസ്തകങ്ങളാണ് അവിടെ! അടിവരയിട്ട പദം വ്യക്തമാക്കുന്ന ഭാവം എന്ത് ഭാവമാണ്? അമ്പമ്പോ, അതിശയമാണ് അല്ലെ, അത്ഭുതമാണ്, അതിശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അഞ്ചാമത്തെ, താഴെ പറയുന്നവയിൽ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗജന്യ ഡബിൾ ഡെക്കർ യാത്ര, മൃഗശാലയിലെ സൗജന്യ പ്രദേശം, സൗജന്യ ട്രെയിൻ യാത്ര, എല്ലാവർക്കും നിയമസഭ കാണാനുള്ള അവസരം. ഏതാണ് ശരിയായ ഉത്തരം? സി ആണ് അല്ലെ, സൗജന്യ ട്രെയിൻ യാത്ര. ഇനി പ്രവർത്തനം 2 നോക്കാം. അക്ഷരമാലാക്രമത്തിൽ എഴുതാം. പുസ്തകോത്സവം സന്ദർശിച്ചപ്പോൾ സനയുടെ ക്ലാസ് ടീച്ചർ വാങ്ങിയ പുസ്തകങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇത് അക്ഷരമാലാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഏതാ? എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യത്തെ അക്ഷരം ഏതായിരിക്കും? ഇതല്ലേ, ഫസ്റ്റ് വരുന്നത് അസുരവിത്ത്. അതാണ് അവിടെ എഴുതേണ്ടത്, അസുരവിത്ത്. രണ്ടാമത്തെ ഏതായിരിക്കും? കഴിഞ്ഞ് പിന്നെ വരുന്നത്? കഴിഞ്ഞ് വന്നതില് പിന്നെ വരാനുള്ളത് കായാണ് അല്ലെ, കാലം. ഇതാണ് രണ്ടാമത്തെ പുസ്തകം. ഇനി മൂന്നാമത്തെ ഏതായിരിക്കും? കായ് കഴിഞ്ഞ പിന്നെ ഏതായിരിക്കും? പിന്നെ ഏതായിരിക്കും? നാലുകെട്ട് അല്ലേ. മൂന്നാമത്തേതാണ് നാലുകെട്ട്. നാലാമത്തെ ഏതാണ്? നാ തന്നെ വന്നെ, നീ വന്നത് അല്ലെ, നിന്റെ ഓർമ്മയ്ക്ക്. ഇതാണ് നാലാമത്തെ, നിന്റെ ഓർമ്മയ്ക്ക്. ആ ഇ ഈ ഉ അത് കൈക്ക ഗൈഗങ്ങ അങ്ങനെയുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഓർമ്മയ്ക്ക്, നിന്റെ ഓർമ്മയ്ക്ക്. അതാണ് നാലാമത്തെ. അപ്പൊ അഞ്ചാമത്തേത് ഏതായിരിക്കും? മഞ്ഞ് അല്ലേ, മഞ്ഞാണ് അഞ്ചാമത്തെ, മഞ്ഞ്. ആറാമത്തെ ഏതാണ്? ആറാമത്തെ രണ്ടാം ഊഴം. ലാസ്റ്റാ വരുന്നത് അല്ലേ. അപ്പൊ രണ്ടാം ഊഴം നമ്മുടെ അക്ഷരമാലാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഊഴം. ഇതാണ് ശരിയായത്. ഇനി
പുസ്തകം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടങ്കഥ തയ്യാറാക്കാം. പുസ്തകം ഉത്തരം എഴുതണം. ഇനി പ്രവർത്തനം 3 നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നതിനിടെ സനയും കൂട്ടുകാരും പാടിയ പാട്ടാണിത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. ഇരുനില വണ്ടിയിൽ വിരുന്നു വന്നൊരു കുട്ടിക്കൂട്ടം ഞങ്ങൾ, നഗര കാഴ്ചകൾ കണ്ടു രസിക്കും കുസൃതിക്കൂട്ടം ഞങ്ങൾ. ഹായ് ഹായ് കുസൃതിക്കൂട്ടം ഞങ്ങൾ. അപ്പൊ നിങ്ങൾ വേറെ എന്തൊക്കെ കണ്ടു? മൃഗശാലയിൽ പോയില്ലേ? അപ്പൊ മൃഗശാലയില് എന്താണ് ഇന്ന മൃഗങ്ങളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നല്ല കുസൃതിക്കൂട്ടം ഞങ്ങൾ കണ്ടു, ഹായ് ഹായ് കുസൃതിക്കൂട്ടം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രവർത്തനം 4 വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്രക്കിടയിൽ സന കണ്ട വേറിട്ട കാഴ്ചയാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഈ കാഴ്ചയെ ഒരു വിവരണമാക്കി എഴുതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? സന ഒരുപാട് വണ്ടികൾ അവിടെ കാണുന്നുണ്ട് അല്ലെ. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു അമ്മൂമ്മേനെ സഹായിക്കുന്നത് കാണുന്നുണ്ട്. ഉയരമുള്ള ഒരുപാട് കെട്ടിടങ്ങള്, വണ്ടികള് കാണുന്നുണ്ട് അല്ലേ. അവിടെ ഒരു പൈപ്പ് ഇതൊക്കെ അതൊക്കെ കാണുന്നുണ്ട്. ആകാശത്ത് നിറയെ പക്ഷികൾ അതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊരു വിവരണമാക്കി ഞാൻ എന്തൊക്കെ കണ്ടു, എന്തൊക്കെയാണ് അവിടുത്തെ ഇതെന്നൊക്കെ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം 5 കഥ പൂർത്തിയാക്കാം. സന വായിച്ച കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. കഥ പൂർത്തിയാക്കുക, ഉചിതമായ തലക്കെട്ടും നൽകുക. ആ വലിയ വീട്ടിലെ മനോഹരമായ അക്വേറിയത്തിൽ എത്തിയിട്ട് മീൻ കുഞ്ഞിന് സന്തോഷമായില്ല. കുളത്തിൽ അമ്മയോടൊപ്പമുള്ള ജീവിതം മതിയായിരുന്നു. അവന് അങ്ങനെ തോന്നുകയാണ് അല്ലേ. അപ്പോ ഇതിനൊരു നല്ല ഹെഡിങ് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ കുഞ്ഞെന്നോ ഇനി കുളത്തിലെ മീനെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ വീട്ടിലെ മനോഹരമായ അക്വേറിയത്തിൽ എത്തിയിട്ട് ആ മീൻ കുഞ്ഞിന് സന്തോഷമായില്ല. കുളത്തിൽ അമ്മയോടുള്ളപ്പോൾ ജീവിതം തന്നെ മതിയായിരുന്നു എന്ന് ആ മീൻ വിചാരിക്കുകയാണ്. ഇവിടെ എന്താണ്, എനിക്ക് സ്ഥലം കുറവാണ് നീന്തി തുടിക്കാൻ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അമ്മയുടെ കൂടെ എന്തൊക്കെ കഴിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ അതിന് തോന്നുന്ന പോലെ അതൊരു കഥയാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പ്രവർത്തനം 6 അറിയിപ്പ് തയ്യാറാക്കാം. നിയമസഭാ പുസ്തകോത്സവം കണ്ട സനയും കൂട്ടുകാരും സ്കൂളിലും ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ പുസ്തകോത്സവത്തിന്റെ അറിയിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ പുസ്തകോത്സവം എന്നൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എന്താണ്, ഇന്ന ദിവസം പ്രിയപ്പെട്ടവരെ എന്താണ് സ്കൂളില് ഇന്ന ദിവസം ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും അതിനകത്തേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് ഒരു അറിയിപ്പ് എഴുതുക. ഇന്ന ദിവസം എത്ര മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അറിയിപ്പ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരിപാടി നടക്കുന്ന സ്ഥലം വേണം, തീയതി വേണം, സമയം എന്നിവ വേണം. പിന്നെ ആരാണ് നൽകുന്നത്, സ്കൂളിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെ ആരാണ് അറിയിപ്പ് നൽകുന്നത്, HM ആണെങ്കിൽ HM ആരാന്നുള്ളത്. അപ്പൊ അങ്ങനെ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. അപ്പൊ മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ then see you again. Thank you.